ഹലോ ഗായ്സ്, P3 ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല, കാരണം ഇതൊരു ട്രാവലിംഗ് ആണ്, ഒരു ഡ്രീം ട്രാവലിംഗ്. പക്ഷെ ആദ്യമൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ബ്രോ എടുത്തുമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ചൊക്കെ ഇടയ്ക്കാണ് എടുത്തു തുടങ്ങിയത്. ഇത് ഞങ്ങളൊരു ട്രാവലിംഗ് ആണ്, എൻ്റെ ഒരു ഡ്രീം ട്രാവലിംഗ് ആണ്. തന്നെ വണ്ടി ഓടിച്ച് കോട്ടയം വരെ പോകണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ മൊത്തം വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം എക്സൈറ്റ്മെൻറ്റും വണ്ടി ഓടിക്കില്ലേ ആദ്യം, അതെല്ലാം കൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ പോണ വഴികളാണ് നിങ്ങളീ കാണുന്നത്. ഞാൻ വളരെ പയ്യും പേടിച്ചുമാണ് ഗൈസ് വണ്ടി ഓടിച്ചത്. ഒരു 7-8 മണിക്കൂർ എടുത്താണ് ഞാൻ കോട്ടയം എടുത്തത്. സാധാരണ എല്ലാവരും 3-3.5 മണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലം ഞാൻ ഒരു 8 മണിക്കൂർ കൊണ്ടാണ് ഗൈസ് എത്തിയത്. ആദ്യമായിട്ട് റോഡിൽ ഇറങ്ങുന്നതും KSRTC ബസ് വരുന്നതും എല്ലാം എൻ്റെ ഹൃദയം പടപടാ ഇടിച്ചതുകൊണ്ടാണ് ഗൈസ് എനിക്ക് അത്ര സ്പീഡിൽ ഓടിക്കാൻ പറ്റിയില്ല. എന്നാൽ തിരിച്ച് വന്നപ്പം ഗൈസ് ഞാനത് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. 5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഏകദേശം എത്തി. പിന്നെ പിള്ളേരൊക്കെ ആയതുകൊണ്ട് പോകുന്നത് കൊണ്ട് പല സ്ഥലങ്ങളിൽ ഇറങ്ങി നിൽക്കേണ്ടതായിട്ട് വന്ന്. ട്രിവാൻഡ്രത്തെ ഈ ചെറിയ വളവുകളൊക്കെ ഒന്നൊന്നര വളവുകളായിരുന്നു ഗൈസ്. എനിക്ക് എങ്ങനെ പോകണമെന്നറിയില്ലായിരുന്നു. എന്നാലും റീച്ച് ചെയ്തു ഗൈസ്. എൻ്റെ ഒരു ആഗ്രഹം, വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു ലോങ് എൻ്റെ വീട് വരെ ഒന്ന് പോകണം. പക്ഷേ വീട്ടിനടുത്തേക്കാനില്ലുമ്പം വീഡിയോ എടുക്കാൻ അവിടെയും മറന്നുപോയി ഗൈസ്. അപ്പോൾ ആ വീഡിയോയും ഇല്ല ഗൈസ്. അപ്പം ഇത് പോകുന്ന വഴിയിലേക്കുള്ള ട്രാവലിംഗ് ആണ് ഗൈസ്. ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ്, നമ്മളത് വേണമെന്ന് മനസ്സിൽ അങ്ങനെ ആഗ്രഹിക്കും. പക്ഷെ ചില സമയത്ത് നമ്മളത് മറന്നു പോകുമായിരിക്കും. മറന്നു പോയാലും ഒരാളത് മറക്കുകയല്ല, നമ്മുടെ കൂടെ നിന്നത് സാധിച്ചു തരും. അതിന് ഉദാഹരണമാണ് ഈ ട്രാവലിങ്. അപ്പം ഇതിനിടയ്ക്ക് പെട്രോൾ തീർന്നു ഗൈസ്. പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി. എന്നിട്ട് വീണ്ടും ട്രാവൽ. അപ്പം ദൈവം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഒരു അപകടമോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകാതെ ഞങ്ങൾ കോട്ടയത്തോട്ടും തിരിച്ചിങ്ങോട്ടും വന്നു ഗൈസ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എനിക്ക് വണ്ടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ആദ്യമൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ. വണ്ടി വരുമ്പോൾ ഞാൻ പയ്യെ നിർത്തിക്കൊണ്ട് KSRTC, ഇത് ജഡായിപ്പാറ ഗൈസ്, KSRTC ബസ്സൊക്കെ കാണുമ്പോൾ ഞാൻ നിർത്തും ഗൈസ്. എനിക്ക് വളരെ പേടിയായിരുന്നു. എന്നാൽ തിരിച്ച് വന്നപ്പോൾ എനിക്ക് KSRTC ബസ്സൊന്നും പേടി തോന്നിയില്ല. എൻ്റെ അടുത്ത് കൂടെ പോയിട്ട് പോയില്ല. അപ്പം എല്ലാവർക്കും ഇങ്ങനെയായിരിക്കില്ല, ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ ഏത് കാര്യം ഇങ്ങനെയാണ് ഗൈസ്, നമ്മളൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ നടക്കാതിരിക്കില്ല. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഗൈസ്. വെയിലത്ത് പോയതായ കുറച്ച് പ്രശ്നങ്ങളും പിള്ളേർക്ക് ചെറിയ പനികളും എല്ലാം ഉണ്ട്. എന്നാലും ട്രാവലിംഗ് സക്സസ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് നടന്നത്. അപ്പം ഇനിയില്ല ഗൈസ്, ഇത്രയും ദൂരം പിള്ളേരുമായിട്ട് വണ്ടിയിലൊന്നും പോകാൻ ഞങ്ങൾ ഇനിയില്ല. അപ്പം ഒരിക്കലെങ്കിലും പോകണമെന്നുള്ള എൻ്റെ ആഗ്രഹം സാധിച്ചു. ലോങ് ആണ് ഗൈസ്, ട്രെയിൻ തന്നെയാണ് ബെറ്റർ ചോയ്സ്. ഇത് വളരെയും ട്രാവൽ. പിന്നെ അത്യാവശ്യം വലിയ ആൾക്കാരൊക്കെയാണെങ്കിൽ നമുക്കൊരു നല്ല സ്പീഡിൽ രാവിലെ ഇറങ്ങാമെങ്കിൽ ഒരു 2.5-3 മണിക്കൂറിനുള്ളിൽ ട്രിവാൻഡ്രം ചെല്ലാം. എൻ്റെ ബ്രദർ എടുത്തതാണ് ഗൈസ് ഈ കാണുന്നത്. അവൻ നല്ല വ്യക്തമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ്. പുറകെ വരുന്ന എൻ്റെ ഹസ്ബൻഡും പിള്ളേരുമാണ്. ഞാനും എൻ്റെ ബ്രോയും ആയിരുന്നു വണ്ടിയിൽ. ഒരാന അതിലേ പോയി ഗൈസ്, നിങ്ങൾ കണ്ടായിരുന്നു. അപ്പം ട്രാവലിംഗ് അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ ഈ ഒരു ദിവസത്തെ വെയിൽ മുഴുവൻ ഞങ്ങൾ കൊണ്ടു ഗൈസ്. വെയിൽ മുഴുവൻ കൊണ്ട് തളർന്നാണ് ഞങ്ങൾ വീട്ടിൽ ചെന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രാവലിംഗ് ഇഷ്ടമാണെങ്കിൽ പറയണം. ട്രാവലിംഗ് ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യൂ, നല്ല രസമാണ്. കുഞ്ഞു പിള്ളേരെയും കൊണ്ടൊക്കെ അധികം ട്രൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കുറച്ച് വലിയ പിള്ളേരോ അല്ലെ ഹസ്ബൻഡോ വൈഫോ ഒക്കെയാണ് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഗൈസ്. ഇത് ഏതാണ് സ്ഥലമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങൾ പോയത് ചടയമംഗലം അങ്ങനെയാണ് കയറി പോയത്. അങ്ങനെ ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം അങ്ങനെ പോയി. റോഡൊക്കെ നല്ലതായിരുന്നു ഗൈസ്, കാരണം ഒരൊറ്റ വഴിയല്ലേ ഉള്ളൂ. അങ്ങ് വരെ സ്ട്രെയിറ്റ് റോഡായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് വളവും തിരിവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിരുന്നു. കുറച്ചും കൂടിയൊക്കെ സ്പീഡിൽ പോയെന്ന് നമുക്ക് കുറച്ചും കൂടെ നേരത്തെ റീച്ച് ചെയ്യായിരുന്നു. പക്ഷേ ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് വളരെയധികം പേടിയും എക്സൈറ്റ്മെൻറ്റും ഒന്നും നടന്നില്ല ഗൈസ്. ഞാൻ ചെങ്ങന്നൂരിലെത്തിയപ്പോൾ എൻ്റെ ഹസ്ബൻഡും പിള്ളേരും അവർ ഏകദേശം കോട്ടയം റീച്ച് ചെയ്തായിരുന്നു ഗൈസ്. പിന്നെ അവരവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി. ഇതെന്നാലും നമ്മളൊരു സ്വപ്നം നടന്നതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ ചെന്ന് എല്ലാവരെയും കാണിക്കാൻ പറ്റി. പക്ഷെ അങ്ങോട്ട് കയറുമ്പോഴത്തേനുള്ള വീഡിയോ എടുക്കാൻ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് മൈ ബ്രദർ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് നിങ്ങളത് കാണിക്കാൻ പറ്റില്ല. അവരൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റായി. ഞാൻ ഇത്രയും ദൂരം ഓടിച്ച് വന്നത് വിശ്വസിക്കാനേ പറ്റുന്നില്ല, കാരണം എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. അതുപോലെ തന്നെ വണ്ടി എടുത്തിട്ട് 1 മാസം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഒരിക്കലും വരുമെന്ന് വിചാരിച്ചില്ല.
പിന്നെ നല്ല രസമായിരുന്നു ഗൈസ്. ഓരോരോ പാലൊക്കെ കയറുമ്പോൾ KSRTC വരുമ്പോൾ ചങ്ക് ഇടിച്ച് തകരും ഗൈസ്. എന്നാലും അടിപൊളി ട്രാവലിംഗ് കിട്ടി. നിങ്ങളും ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ട്രാവൽ ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അതല്ല നമ്മുടെ ലൊക്കാലിറ്റി തന്നെ കിടന്ന് വണ്ടി ഓടിച്ച് ചെയ്യുമ്പോൾ ഒരു സുഖമില്ല. കുറച്ച് ലോങ്ങൊക്കെ ഓടുമ്പോൾ പ്രത്യേക എക്സ്പീരിയൻസാണ്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതില്ല, ഗേൾസിന് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവർ ഒന്നിച്ചൊരു ട്രാവലിംഗ് ഒക്കെ നടത്തണം. അപ്പോൾ ഭയങ്കര രസമായിരിക്കും. ഈ അവധിക്കാലം അതിന് പറ്റിയതാണ്. പിള്ളേരെയൊക്കെ അമ്മ വീട്ടിലോ അച്ഛൻ വീട്ടിലൊക്കെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കൂടെയോ 1-2 ദിവസത്തെ ട്രാവലിംഗ് ഒക്കെ നടത്തണം. ഒരുപാട് ബസ്സുകളായി ഗൈസ്. നല്ല വെയിലുമായി ഈ സമയമൊക്കെ ആയപ്പോൾ, സകല വെയിലും കൊണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾക്ക് ഇറങ്ങി നിൽക്കേണ്ടി വന്നു ഗൈസ്. കാരണം മക്കൾ ബഹളം വെച്ച് ചൂടാന്ന് പറഞ്ഞൊക്കെ ബഹളം വെച്ചത് കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇറങ്ങി നിന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 1-2 മണിക്കൂറിൽ കൂടുതൽ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പതുക്കെ ഓടിച്ചത് കൊണ്ടൊക്കെയാണ് ഗൈസ്. എന്നാലും നല്ലൊരു യാത്ര കിട്ടി ഗൈസ്. അപ്പം നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഗൈസ്? ഇങ്ങനെ യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇപ്പം നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ചെങ്ങന്നൂർ ആ ഭാഗങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ നല്ലതായി. ഇടയ്ക്ക് ഞാൻ വണ്ടി നിർത്തിയൊക്കെ എന്നെക്കൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ലെന്ന് വരെ വിചാരിച്ചു ഗൈസ്, ട്രാഫിക്ക് കൂടിയപ്പോഴും. പിന്നെ എന്തോ ഒരു അത്ഭുതം പോലെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഞങ്ങൾ ആ ട്രാഫിക്കൊക്കെ കടന്ന് പയ്യെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ കോട്ടയത്തെത്തി. ഇതിപ്പോൾ കോട്ടയമാണ് ഗൈസ്. കോട്ടയം നാഗമ്പടമാണ്. ഇത് നാഗമ്പടത്തെ കോട്ടയംകാർക്ക് അറിയാം, ഇതാ നാഗമ്പടം പാലമാണ്. നാഗമ്പടം പാലം കഴിഞ്ഞ് നേരെ പോകണം ഗൈസ്. സംക്രാന്തി എന്നാണ് ഞങ്ങളുടെ സ്ഥലപ്പേര്. അപ്പോൾ സംക്രാന്തിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സംക്രാന്തി പള്ളിപ്പുറം ആണ് ഞങ്ങളുടെ ഇത്. അപ്പോൾ അങ്ങോട്ട് ഏകദേശം എത്താറായി ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇതാ ഞങ്ങൾ ചവിട്ടുവരി വഴി കയറി. ഇതൊരു ഇടവഴിയാണ്, ഷോർട്ട് കട്ട് പെട്ടെന്ന് എത്താം. അപ്പോൾ ഈ ചവിട്ടുവഴി കയറി ഇതിനകത്ത് കുറേ ഇടവഴികളുണ്ടായി. ആ ഇടവഴികളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെയിൻ റോഡ് കവർ ചെയ്ത് എത്താൻ പറ്റും. അപ്പം ഇതാ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ നാട്. ട്രിവാൻഡ്രം പോലെയല്ല, നാട്ടുംപുറമാണ്. എന്നാലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്, അപ്പോൾ ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.